Ignite Physics. Concept to Clarity. ഹലോ, ഇന്നത്തെ ഈ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കിടിലൻ രഹസ്യമാണ് അനാവരണം ചെയ്യാൻ പോകുന്നത്. കേട്ടോ, എന്താണെന്നല്ലേ? നമുക്ക് ചുറ്റും എപ്പോഴുമുണ്ട്, പക്ഷെ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. അതെ, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അഥവാ സ്ഥിതവൈദ്യുതി. ഒളിഞ്ഞിരിക്കുന്ന ഈ കക്ഷിയെ, ഈ അദൃശ്യനായ വില്ലനെ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ ഇന്ന് അന്വേഷിക്കുന്നത്. ഇതൊരു ത്രില്ലിംഗ് ആയ കുറ്റാന്വേഷണം പോലെ തന്നെ ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ചോദ്യം ഇതായിരിക്കും: ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തൊരു ശക്തിയെ നമ്മൾ എങ്ങനെ പിടികൂടും? ആലോചിച്ച് നോക്കൂ, നമ്മളൊരു പ്ലാസ്റ്റിക് കസേരയിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഉണങ്ങിയ മുടിയിൽ പ്ലാസ്റ്റിക് ചീപ്പ് വെച്ച് ചീകുമ്പോഴോ നമ്മുടെ മുടിയിഴകളിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണല്ലോ അല്ലേ? ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ അദൃശ്യനായ വില്ലനാണ്. അങ്ങനെയെങ്കിൽ നമുക്കെങ്ങനെ ഇയാളെ കൈയോടെ പിടിക്കാം? ഇതിനു പിന്നിലെ യഥാർത്ഥ സയൻസ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ആദ്യം തന്നെ ആരാണ് ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അഥവാ സ്ഥിതവൈദ്യുതി എന്ന് നമുക്കൊന്ന് ക്ലിയറാക്കാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രവഹിക്കാൻ കഴിയാതെ, അതായത് ഒഴുകി നടക്കാൻ കഴിയാതെ ഒരിടത്ത് തന്നെ തങ്ങി നിൽക്കുന്ന വൈദ്യുത ചാർജുകളാണിവ. വൈദ്യുതി കടത്തിവിടാത്ത ഇൻസുലേറ്ററുകളിൽ ചാർജുകൾ കൂടിച്ചേരുമ്പോൾ അവയ്ക്ക് അവിടെ നിന്ന് പോകാൻ കഴിയില്ല, അവിടെ തന്നെ നിൽക്കും. അതാണ് ഈ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയുടെ മെയിൻ സ്വഭാവം. ശരി, പ്രതിയെ പിടിക്കാൻ ഇറങ്ങുന്നതിന് മുൻപ് ഈ കളിയുടെ ചില അടിസ്ഥാന നിയമങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. നമ്മുടെ ഫിസിക്സ് പ്രൈമർ നോക്കാം. ആറ്റങ്ങളുടെയും ചാർജുകളുടെയും ചില ബേസിക് കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. നമുക്കറിയാം, പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്. സാധാരണയായി ഒരു ആറ്റം എന്ന് പറയുന്നത് വൈദ്യുതപരമായി ന്യൂട്രൽ ആയിരിക്കും. അതിനർത്ഥം അതിൽ ചാർജ് ഉണ്ടാവില്ല എന്നാണ്. എന്നാൽ നമ്മൾ രണ്ട് വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഇലക്ട്രോണുകൾ കൈമാറ്റം ചെയ്യപ്പെടും. അതോടെ കഥ മാറും. ഒരാറ്റത്തിന് അതിന്റെ ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുമ്പോൾ അതിന് പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നു. നേരെ മറിച്ച് അത് ഇലക്ട്രോണുകളെ സ്വീകരിക്കുകയാണെങ്കിൽ അതിന് നെഗറ്റീവ് ചാർജും കിട്ടും. വളരെ സിമ്പിളാണ്. ഇലക്ട്രോൺ പോയാൽ പോസിറ്റീവ്, കിട്ടിയാൽ നെഗറ്റീവ്. ഇതെപ്പോഴും മനസ്സിൽ വെച്ചേക്കാം. ഈ ബേസിക് വെച്ച് നോക്കുമ്പോൾ ചാർജുകൾക്ക് ചില ഗോൾഡൻ റൂൾസൊക്കെ ഉണ്ട് കേട്ടോ. ഒന്നാമത്തെ കാര്യം, ചാർജുള്ള വസ്തുക്കൾക്ക് ചാർജില്ലാത്ത ന്യൂട്രൽ വസ്തുക്കളെ ആകർഷിക്കാൻ കഴിയുമെന്നതാണ്. രണ്ടാമതായി, വിപരീത ചാർജുകൾ, അതായത് ഒരു പോസിറ്റീവും നെഗറ്റീവും എപ്പോഴും പരസ്പരം ആകർഷിക്കും അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യും. എന്നാൽ ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും നമുക്ക് ആവശ്യമുള്ളതുമായ നിയമം മൂന്നാമത്തേതാണ്. ഒരേപോലെയുള്ള ചാർജുകൾ, അതായത് രണ്ട് പോസിറ്റീവുകളോ അല്ലെങ്കിൽ രണ്ട് നെഗറ്റീവുകളോ എടുത്താൽ അവ എപ്പോഴും പരസ്പരം വികർഷിക്കും, അഥവാ റിപ്പൽ ചെയ്യും. ഇതാണ് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള പോയിന്റ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ക്ലൂ എന്താണ്? രണ്ട് വസ്തുക്കൾക്ക് ചാർജ് ഉണ്ടെന്ന് നമ്മൾ ഉറപ്പിക്കുന്നത് അവ തമ്മിലുള്ള ആകർഷണം കണ്ടിട്ടല്ല, മറിച്ച് വികർഷണം കണ്ടിട്ടാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, ചാർജുള്ള ഒരു വസ്തുവിന് വെറും ഒരു ന്യൂട്രൽ വസ്തുവിനെ പോലും ആകർഷിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ആകർഷണം ഒരു പക്കാ തെളിവല്ല. എന്നാൽ വികർഷണം സംഭവിക്കണമെങ്കിൽ രണ്ട് വസ്തുക്കളിലും ഉറപ്പായും ഒരേ ചാർജ് തന്നെ ഉണ്ടായിരിക്കണം. വേറെ ഓപ്ഷനില്ല. നമ്മുടെ ഈ അന്വേഷണത്തിലെ മാസ്റ്റർ കീ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നിയമങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി. ഇനി ഈ ഒളിച്ചിരിക്കുന്ന ചാർജിനെ കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന ആ യഥാർത്ഥ ഡിറ്റക്റ്റീവിനെ നമുക്കൊന്ന് പരിചയപ്പെടാം, അല്ലേ? ഇതാണ് ആ ഹീറോ. ഈ ഉപകരണത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോസ്കോപ്പ്. ഒരു വസ്തുവിൽ ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ, അതായത് ഈ സ്റ്റാറ്റിക് ചാർജിന്റെ സാന്നിധ്യം കണ്ടെത്താനും അത് അളക്കാനും ഉപയോഗിക്കുന്ന അതിശയകരമായൊരു ഉപകരണമാണിത്. ഈ രൂപം നിങ്ങൾ ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചേ. ഇതാണ് നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. ഇനി നമ്മുടെ ഡിറ്റക്റ്റീവിന്റെ കയ്യിലുള്ള ടൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇലക്ട്രോസ്കോപ്പിന്റെ പ്രധാനമായും 4 ഭാഗങ്ങളാണുള്ളത്. ഇതിന്റെ ഏറ്റവും മുകളിലായി ഒരു മെറ്റൽ സ്പിയർ അഥവാ ലോഹഗോളമുണ്ട്. പിന്നെ ഇതിന്റെ മെയിൻ ബോഡി എന്ന് പറയുന്നത് സുതാര്യമായ ഒരു ഗ്ലാസ് ജാറാണ്. ഈ ഗ്ലാസ് ജാറിനുള്ളിലേക്ക് മധ്യഭാഗത്തായി ഒരു മെറ്റാലിക് കണ്ടക്ടർ, അതായത് ഒരു ലോഹദണ്ഡ് നീണ്ടു നിൽക്കുന്നുണ്ട്. ഇനി ഏറ്റവും താഴെയായി ശ്രദ്ധിച്ചേ, അവിടെ 2 ചെറിയ സ്വർണ്ണദളങ്ങൾ അല്ലെങ്കിൽ അലൂമിനിയം ലീവ്സ് കാണാം. ഈ താഴെ കാണുന്ന ദളങ്ങളാണ് നമ്മുടെ മുഴുവൻ കളിയും മാറ്റാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ശരി, ഇലക്ട്രോസ്കോപ്പിന്റെ ഘടനയൊക്കെ നമ്മൾ കണ്ടു. ഇനി ഈ നിഗൂഢതയുടെ ചുരുളഴിയാൻ പോവുകയാണ്. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഈ ചാർജിനെ നമ്മുടെ ഡിറ്റക്റ്റീവ് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഇതിന്റെ വർക്കിംഗ് എന്താണെന്ന് പടിപടിയായി നമുക്ക് നോക്കാം. ഇവിടെയാണ് ആ യഥാർത്ഥ മാജിക് നടക്കുന്നത്. നമ്മൾ നെഗറ്റീവ് ചാർജുള്ള ഒരു പ്ലാസ്റ്റിക് ദണ്ട് ഇലക്ട്രോസ്കോപ്പിന്റെ മുകളിലുള്ള ആ മെറ്റൽ സ്ഫിയറിനടുത്തേക്ക് കൊണ്ടുവരുന്നു എന്ന് വിചാരിക്കുക. നമ്മളത് മുട്ടിക്കുന്നില്ല കേട്ടോ, വെറുതെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്ന പ്രക്രിയ വഴി ലോഹഗോളത്തിലുള്ള ഇലക്ട്രോണുകൾ ഈ നെഗറ്റീവ് ചാർജിനെ കണ്ട് ഭയന്നോടുന്നത് പോലെ ആ ചാലകത്തിലൂടെ നേരെ താഴേക്ക് പോകും. ഈ ഇലക്ട്രോണുകളെല്ലാം ചെന്ന് ചേരുന്നത് നമ്മുടെ താഴെയുള്ള ആ 2 സ്വർണ്ണദളങ്ങളിലാണ്. അതോടെ ആ 2 ദളങ്ങൾക്കും ഒരേപോലെയുള്ള നെഗറ്റീവ് ചാർജ് ലഭിച്ചു കഴിഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞ ആ സുവർണ്ണ നിയമം ഓർമ്മയില്ലേ? ഒരേ ചാർജുകൾ പരസ്പരം വികർഷിക്കും. അതുകൊണ്ട് ഈ 2 ദളങ്ങളും പരസ്പരം തള്ളിമാറ്റി അകലുന്നു.
താഴെയുള്ള ഈ ദളങ്ങൾ വിടർന്നു മാറുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം, ആഹാ, നമ്മൾ അടുത്തേക്ക് കൊണ്ടുവന്ന വസ്തുവിൽ തീർച്ചയായും ചാർജുണ്ട്. ഇന്ന് നമ്മൾ ശരിക്കും ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിച്ചു, അല്ലേ? ഈ അദൃശ്യനായ ചാർജിനെ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഇതുകൊണ്ടൊന്നും നമ്മുടെ അന്വേഷണം തീരുന്നില്ല. ഈ വിശകലനം അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾക്കൊന്ന് തലപുകയ്ക്കാൻ ഒരു ചോദ്യം ഞാൻ തരാം. ഒരു വസ്തുവിനെ വെറുതെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ ഇലക്ട്രോണുകൾ ഓടിയൊളിക്കുകയും ദളങ്ങൾ അകലുകയും ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിൽ ചാർജുള്ള ആ വസ്തു ഇലക്ട്രോസ്കോപ്പിന്റെ ലോഹഗോളത്തിൽ നേരിട്ടൊന്ന് സ്പർശിച്ചാൽ, അല്ലെങ്കിൽ നമ്മളത് ടച്ച് ചെയ്യിപ്പിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? കണ്ടക്ഷൻ വഴിയുള്ള ഈ പ്രക്രിയ നമ്മുടെ ഡിറ്റക്റ്റീവിനെ എങ്ങനെയായിരിക്കും ബാധിക്കുക? ഈ സയൻസ് നിങ്ങൾ തീർച്ചയായും ഒന്ന് ആലോചിച്ചു നോക്കൂ. കൂടുതൽ കണ്ടെത്തലുകൾ നടത്താനുള്ള ഈ ആകാംക്ഷയോടെ ഇന്നത്തെ ഈ വിശകലനം നമ്മളിവിടെ നിർത്തുകയാണ്. ഇതിലും കിടിലൻ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ കീപ് തിങ്കിങ്.